എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭ എന്ന വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് വചനങ്ങൾ വായിച്ച് നിർത്തിയിരുന്നു. ആ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 14:23. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 15:1-2 വാക്യങ്ങൾ. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 15:6. ഈ സംഗതിയെക്കുറിച്ചു വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തികൾ 21:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ച് പറഞ്ഞു. ഈ വായിച്ച വചനങ്ങളിൽ എല്ലാം നാം കാണുന്നത് സഭയെ സംബന്ധിച്ചുള്ള ഏത് കാര്യമാണെങ്കിലും സംഘടിതമായിട്ടാണ് ചെയ്യുന്നത്. ജനറൽ ബോഡി ആർ ഓൾവേസ് ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ്. ഇവിടെ നമുക്ക് കാണാം, അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടും, റിപ്പോർട്ട് സമർപ്പിക്കും, അതിനെപ്പറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും. സഭയ്ക്കുള്ള ഉപദേശം കൊടുക്കുന്നത് പോലും ഒറ്റയ്ക്കല്ല, സംഘമായിട്ടാണ്. ഇതിനർത്ഥം സഭയിൽ അല്ലെങ്കിൽ ചർച്ചിൽ ഏകാധിപതി അല്ലെങ്കിൽ ഡൈനാസ്റ്റി ഭരണം അല്ല വേണ്ടത്. മറിച്ച് ജനറൽ ബോഡി ആണ് സഭയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. സഭയുടെ പരമാധികാരം ജനറൽ ബോഡിക്കാണ്. നേരത്തെ വായിച്ച വചനങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലന്മാർ നമുക്ക് മാതൃക കാട്ടിത്തന്നത് അങ്ങനെയാണ്. ആദിമകാല സഭകളിൽ മൂപ്പന്മാർ ആയിരുന്നു സഭയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നും നാം കണ്ടു. ഇന്നത്തെ മിക്ക സഭകളിലും, മുഖ്യധാര സഭകളിൽ പോലും സഭയിലെ പാസ്റ്റർ സർവാധികാരവും സ്വയമായി ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ സഭയുടെ കീഴിലുള്ള ബ്രാഞ്ച് സഭകളുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇത് സഭയും സഭയിലെ കമ്മിറ്റിയൊക്കെയും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇനി സഭയിൽ അല്ലെങ്കിൽ ചർച്ചിൽ എന്നു മുതലാണ് ലീഡർ വന്നതെന്ന് നമുക്ക് നോക്കാം. AD 300 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രാജഭരണവും
സഭകളും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചു. അത് കാരണത്താൽ ആ രാജ്യത്തിലെ രാഷ്ട്രീയപരമായ കാര്യങ്ങളും നയതന്ത്രപരമായ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത് ചർച്ചിൽ അല്ലെങ്കിൽ സഭകളിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഫലമായി ബിഷപ്പന്മാരും അച്ഛന്മാരും പാഷന്മാരും ഒക്കെ ലീഡേഴ്സായി മാറി. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആൻഡ് അതർ മാറ്റേഴ്സ് വെയർ ബീയിങ് ഡിസ്കസ്ഡ് ഇൻ ചർച്ചസ്, റിസൾട്ടിംഗ് വിച്ച് ദി ബിഷപ്സ്, ഫാദേഴ്സ്, പാസ്റ്റേഴ്സ് ബിക്കംസ് ദ ലീഡർ. ഈ കാരണത്താൽ സഭയിൽ അല്ലെങ്കിൽ ചർച്ചിൽ ഒരു ലീഡർ സ്ഥാനം വന്നു. അന്നു മുതൽ സഭയുടെ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെയും പതനം ആരംഭിച്ചു. എന്നിട്ടും നാമധേയ ക്രിസ്ത്യൻ സഭകളിലും ചില പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭകൾ വരെയും ഇന്നും ഇത് തുടരുന്നു. ഒരു പാസ്റ്ററുടെ ജോലി എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടി സൗകര്യമൊരുക്കുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ്. സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്, ഓർഗാനിസം. ഈ ശരീരത്തിലെ ഓരോരോ ഭാഗമാണ് സഭയിലെ ഓരോരോ വിശ്വാസികൾ. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് സഭയിലെ ഓരോ അംഗങ്ങളുടെയും ആത്മീയ വളർച്ചയാണ്. ഗവർണൻസ് ഓഫ് ചർച്ച് അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ച് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ചാർട്ട് കൊടുക്കാം. അതിൽ ഒന്ന് എപ്പിസ്കോപ്പൽ ചർച്ച് സ്ട്രക്ചറും രണ്ടാമത്തേത് പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ സ്ട്രക്ചറുമാണ്. എപ്പിസ്കോപ്പൽ ചർച്ച് സ്ട്രക്ചറിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ലൈറ്റി, അതായത് സാധാരണ വിശ്വാസികൾക്കും സീക്കേഴ്സിനും അവിടെ പ്രാധാന്യമില്ല. അവിടെ പോപ്പ് മുതൽ താഴോട്ട് ഫാദർ അല്ലെങ്കിൽ പ്രീസ്റ്റ് വരെയുള്ള ക്രമം കാണാം. എന്നാൽ പെന്തക്കോസ്റ്റൽ ചർച്ച് സ്ട്രക്ചർ അല്ലെങ്കിൽ ഷെഫേർഡ് മോഡൽ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ നോക്കുകയാണെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെ സ്ട്രക്ചറിൽ നിന്നും തലതിരിഞ്ഞാണ് കാണുന്നത്. എപ്പിസ്കോപ്പൽ ചർച്ച് സ്ട്രക്ചറിൽ കാണുന്ന ഒരു ത്രികോണം ഉണ്ട്. അതേ പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതേ പ്രകാരം കാണിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇടയ ശുശ്രൂഷയുടെ ത്രികോണം തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. ത്രികോണത്തിൻ്റെ ഏറ്റവും മുകളിൽ കോൺഗ്രിഗേഷൻ അഥവാ വിശ്വാസികൾ, സാധാരണക്കാരെയാണ് കാണുന്നത്, അഥവാ ജനറൽ ബോഡിയാണ് കാണുന്നത്. കാരണം ഒരു സംഘടനയുടെ മുഖ്യസ്ഥാനം കോൺഗ്രിഗേഷൻ ആണ്. കോൺഗ്രിഗേഷന് താഴെയാണ് മിനിസ്ട്രി, മിനിസ്ട്രിക്ക് കീഴെയാണ് പാസ്റ്റർ. ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ എവിടെയൊക്കെ പാർലമെൻ്ററി സിസ്റ്റം ഉണ്ടോ അവിടെയൊക്കെ അത് പ്രവർത്തിക്കാൻ ഒരു നിയമമുണ്ട്, അതായത് നടപടിക്രമങ്ങൾ ഉണ്ട്. ആ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ പേരാണ് റോബർട്ട്സ് റൂൾ ഓഫ് ഓർഡർ. ഈ നിയമം അനുസരിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റും ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് ഒരു പൊതു നിയമമാണ്. ലോകത്തെമ്പാടുമുള്ള പാർലമെൻറ്റുകളിൽ, സംഘടനകളിൽ, ഇടയ ശുശ്രൂഷ നടത്തുന്ന സഭാ സംഘടനകളിൽ, സൊസൈറ്റികളിൽ എല്ലാം ഈ നിയമമാണ് പ്രയോഗത്തിലുള്ളത്. ഇനിയും എന്താണ് ഈ റോബർട്ട്സ് റൂൾ ഓഫ് ഓർഡർ എന്ന് നമുക്ക് നോക്കാം. റോബർട്ട്സ് റൂൾസ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന റോബർട്ട്സ് റൂൾസ് US ആർമി ഓഫീസർ ഹെൻറി മാർട്ടിൻ റോബർട്ട്, അദ്ദേഹം 1837 മുതൽ 1923 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, എഴുതിയ പാർലമെൻ്ററി നടപടികളുടെ ഒരു മാനുവലാണ് റൂൾസ് ഓഫ് ഓർഡർ എന്നതിൻ്റെ ലക്ഷ്യം. ഒരു അസംബ്ലിക്ക് അത് രൂപകൽപ്പന ചെയ്ത ജോലി പൂർത്തിയാക്കാൻ സഹായിക്കുക എന്നതാണ്. റോബർട്ട്സ് റൂൾസ് ഓഫ് ഓർഡർ ആദ്യമായി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് 1876 ഫെബ്രുവരിയിലാണ്. US ആർമി ഓഫീസർ ഹെൻറി മാർട്ടിൻ റോബർട്ട് US കോൺഗ്രസിൽ നിന്നുള്ള നിയമങ്ങൾ സ്വീകരിച്ച് ക്രമരഹിതമായ സഭായോഗങ്ങൾ അനുഭവിച്ചതിന് ശേഷം
മീറ്റിംഗ് നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനായി സൃഷ്ടിച്ചാണ്. റോബർട്ട്സ് റൂൾസ് ഓഫ് ഓർഡർ, ഓഫൻ simply referred to as Robert's Laws, Rules, is a manual of parliamentary procedure by US Army officer Henry Martin Robert. The object of Rule of Order is to assist an assembly to accomplish the work for which it was designed. Robert's Rule of Order was first implemented in February 1876, created by US Army officer Henry Martin Robert to standardize meeting procedures after experiencing chaotic church meetings, adapting rules from the US Congress. ഇതിനെക്കുറിച്ചുള്ള അല്പം കൂടി വിവരണം അടുത്ത എപ്പിസോഡിൽ തരുന്നതായിരിക്കും. ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.